കേരള പോലീസിന്റെ ധീരമായ ഇടപെടൽ കടലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി. കടലാഴങ്ങളിലേക്ക് ജീവൻ പണയം വെച്ചിറങ്ങിയ തലശ്ശേരി കോസ്റ്റൽ പോലീസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുമായി നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടിടത്തു നിന്നും അവസാന നീക്കം എന്ന നിലയിൽ ആയിരുന്നു തലശ്ശേരി കോസ്റ്റൽ പോലീസ് മെയ്ക്കരുത്തും മനക്കരുത്തുമായി രംഗത്തിറങ്ങിയത്. കൂരിരുട്ടും മഴയും കാരണം കടലിൽ ബോട്ടിറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ടും തലശ്ശേരി കോസ്റ്റൽ പോലീസിലെ ധീരന്മാർ കഴിഞ്ഞ രാത്രി കടലാഴങ്ങളിലേക്ക് ബോട്ടിറക്കി. ഉയർന്നു പൊങ്ങിയ തിരമാലകളും കാലാവസ്ഥാ മുന്നറിയിപ്പും കാറ്റും കോളും അവരെ കുറെ ജീവനുകൾ രക്ഷിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. ഒടുവിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ അവർ സമീപത്തെത്തി രക്ഷിക്കുകയായിരുന്നു. അതിന്റെ സാഹസിക ദൃശ്യങ്ങൾ കർമ്മ ന്യൂസിന്. കാഞ്ഞങ്ങാട് നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന യാനമാണ് കടൽക്ഷോഭത്തിൽപ്പെട്ടത്. കടൽക്ഷോഭത്തിൽ അകപ്പെട്ട മത്സ്യബന്ധന യാനത്തിൽ 2 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. കരയിൽ നിന്ന് 8 നോട്ടിക്കൽ മൈൽ ദൂരത്തിലായിരുന്നു അപകടത്തിൽപ്പെട്ട ബോട്ട്. കടലിൽ ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുകയായിരുന്നു. ഏത് സമയത്തും യാനം മുങ്ങുകയും ചെയ്യും. തുടർന്ന് കടൽക്ഷോഭം ഉള്ളതിനാൽ എങ്ങനെ ബോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താനാകും എന്ന പ്രതിസന്ധി ഉണ്ടായി. ഉടൻ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിലും കാറ്റിന്റെയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളാലും തുടരാൻ പറ്റാതെ തിരിച്ചു പോവുകയും ചെയ്തു. ഇനി ഒന്നും ചെയ്യാനാകില്ല എന്നും കടൽ ശാന്തമാകണമെന്നും കോസ്റ്റ് ഗാർഡ്. രാത്രി 12 മണിയോടെ തലശ്ശേരി കടൽപ്പാലം ദിശയിലായിരുന്നു ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നാൽ പിന്തിരിയാൻ തലശ്ശേരി കോസ്റ്റൽ പോലീസ് ഒരുക്കമായിരുന്നില്ല. ഉറഞ്ഞു തുള്ളുന്ന കടലിലെ തിരമാലകളെ ഭയക്കാതെ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടിൽ പോകാൻ തയ്യാറാണ് എന്ന് പോലീസുകാർ അറിയിച്ചു. ധീരന്മാരായ ഈ പോലീസുകാർ ജീവൻ പണയം വെച്ചായിരുന്നു ശോഭിച്ച കടലിലേക്ക് ഇറങ്ങിയതും. കരയിൽ സഹപ്രവർത്തകർ ശ്വാസം അടക്കിയിരുന്നു. ചെയ്യുന്നത് മണ്ടത്തരമാകുമോ എന്നും ഈ പോലീസുകാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നാട് മുഴുവൻ പോലീസിന്റെ തീരുമാനത്തെ കല്ലെറിയുമെന്നും ഉറപ്പ്. കോസ്റ്റ് ഗാർഡ് സൈന്യം പരാജയപ്പെട്ടിടത്തേക്ക് കോസ്റ്റൽ പോലീസ് ഇറങ്ങുമ്പോൾ ആശങ്കകൾ ഏറെ. ഇതിനിടെ കോസ്റ്റൽ പോലീസിന്റെ മുന്നോട്ടുള്ള നീക്കത്തിൽ വീണ്ടും കാറ്റും കോളും ശക്തമായ തിരമാലകളും രക്ഷാപ്രവർത്തനത്തിന് വീണ്ടും തടസ്സം. ഒടുവിൽ കൂരിരുട്ടിൽ തകർന്ന ബോട്ട് കോസ്റ്റൽ പോലീസ് 15 കിലോമീറ്റർ അകലെ ഉൾക്കടലിൽ കണ്ടെത്തുകയായിരുന്നു. തകർന്ന ബോട്ടിൽ നിന്നും അവശനിലയിലായ മത്സ്യത്തൊഴിലാളികളായ മലപ്പുറം താനൂരിലെ കുറ്റേച്ചാന്റെ പുരയ്ക്കൽ നൌഫൽ, മലപ്പുറം കൊണ്ടുരാൻ പുരയ്ക്കൽ ജലീൽ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. 2 പേരെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ആയത് തലശ്ശേരി കോസ്റ്റൽ പോലീസിന്റെ എക്കാലത്തെയും സേവന ചരിത്രത്തിലെ പൊൻതൂവൽ തന്നെയാണ്. ഇതിനായി ഏറ്റവും അധികം നന്ദി പറയേണ്ടത് IPS ഓഫീസറായ ജി പൂങ്കുഴലി, തലശ്ശേരി ASP കെ ഷഹീൻ ഷാ എന്നിവർക്കാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീരദേശത്തിന് സുരക്ഷയൊരുക്കാനും തീരദേശ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരെയും നയിക്കാനുമുള്ള ചുമതലക്കാരിയാണ് കോസ്റ്റൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ജി പൂങ്കുഴലി IPS. ഇവർ മുൻപും സാഹസിക കാര്യങ്ങളിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. സമയത്തെ ഏകോപനം, ധീരമായ ചുവടുവെപ്പ്, രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനമെടുക്കൽ, ഇതെല്ലാം പൂങ്കുഴലിക്ക് സാധിച്ചു. തലശ്ശേരി കോസ്റ്റൽ പോലീസ് IP ശ്രീകുമാർ, SI മനോജ് കുമാർ, CPO ധന്യൻ, ഷാരോൺ, വിജേഷ്, ഷംസീറ, കോസ്റ്റൽ വാർഡന്മാരായ നിരഞ്ജൻ, സുഹാസ്, സരോഷ്, സുഗേത്, സ്രാങ്, അഭിജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ നീണ്ട മണിക്കൂറിനുള്ളിൽ റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽപ്പെട്ട 2 പേരെയും ശക്തമായ തിരമാലകളെയും അതിശക്തമായ കാറ്റിനെയും അവഗണിച്ചുകൊണ്ട് ജീവൻ തന്നെ തൃണവൽഗണിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. കരയിൽ എത്തിച്ചത് ശാരീരികമായ അവശത ഉള്ളതിനാൽ 2 പേരെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.